പ്രിയമുള്ളവരെ, ഈ നഗരി വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് വിസ്ഡം സ്റ്റുഡൻസ് എന്ന ഈ തുരുത്തുണ്ടല്ലോ, അത് ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമൻ എന്ന ദേശത്തേക്ക് നമ്മുടെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചെടുത്ത ഒരു ഉത്തരവാദിത്തമുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഹലാലും ഹറാമും അറിയുന്ന മഹാനായ സ്വഹാബി, 33ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ. പ്രിയമുള്ളവരെ, ആ ചെറിയ പ്രായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇന്നക സതഅതി ഖൗമൻ അഹ്ലി കിതാബ് ഫഇദാ ജിഅതഹും ഫദ്ഉഹും ഇലാ അൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുആദേ, നീ പോകുന്ന ദേശമുണ്ടല്ലോ, അഹ്ലി കിതാബിന്റെ നാടാണ്. ഇസ്ലാമിനെ കുറിച്ചറിയാത്ത, അള്ളാഹുവിനെ കുറിച്ചറിയാത്ത ഒരു ദേശത്തേക്കാണ് നീ പുറപ്പെടുന്നത്. അവിടെ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അള്ളാഹുവിനെ അറിയാത്ത മനുഷ്യർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, മദീന എന്ന ദേശത്ത് നിന്ന് അകലുന്ന വിദൂരതയിലേക്ക് നടന്നു പോകുന്ന മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്. യാ മുആദ്, എന്റെ മുആദേ, നീ അറിയണം, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. മുആദ്, ഇനി ഒരിക്കൽ കൂടെ കണ്ടുമുട്ടാൻ, ഇനി ഒരിക്കൽ കൂടെ ഒന്നിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബരി. മുആദ്, താങ്കൾ യമനിൽ നിന്ന് തിരിച്ചു വരുന്നത് എന്റെ ഖബറിന്റെ അരികിലൂടെയായിരിക്കും. പ്രിയമുള്ളവരെ, ആ പറഞ്ഞ വാക്കിന് വല്ലാത്തൊരർത്ഥമുണ്ട്. ഇനി ഒരിക്കൽ പോലും കണ്ടുമുട്ടാൻ നമുക്ക് കഴിയുകയില്ല. റസൂലുള്ളാഹിയുള്ള മദീന, പ്രവാചകന്റെ പള്ളിയുള്ള മദീന, പ്രവാചകന്റെ വിജ്ഞാനത്തിന്റെ സദസ്സുള്ള മദീന, ആ മദീന വിട്ട് അങ്ങകലെ യമനിലേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പ്രബോധനമെന്ന, ദഅവത്ത് എന്ന ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മ എന്നുള്ളത് നമുക്ക് നൽകുന്നത് നിലക്കാത്ത നന്മകൾ നേടിയെടുക്കാനുള്ള അവസരമാണ്.